ഒരിക്കൽ പോലും മലയാള സിനിമയിൽ അഭിനയിക്കാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയൊരു നടിയുണ്ട്. പേര് ദിവ്യ ഭാരതി. 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജൂനിയർ ശ്രീദേവി എന്നായിരുന്നു എല്ലാവരും നടിയെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്ര സുന്ദരിയായിരുന്നു. അന്ന് 1993 ഏപ്രിൽ മാസത്തിലാണ് ദിവ്യഭാരതി മരിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇന്നും ദുരൂഹമായി തുടരുന്ന ഒരു മരണമാണ് ദിവ്യഭാരതിയുടെ. പല നടിമാരും മരണപ്പെട്ടിട്ടുണ്ട്. അപകട മരണം സംഭവിച്ചിട്ടുള്ള നടിമാരുണ്ട്. പക്ഷെ 19ാമത്തെ വയസ്സിലാണ് ദിവ്യഭാരതി മരിക്കുന്നത്. ദിവ്യഭാരതി അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. അത് ഒരു വർഷം 14 സിനിമകളിൽ വരെ അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. 19 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ ടീനേജിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. ആ സമയത്ത് ബോളിവുഡിലെ സൂപ്പർ നായികയായി നിൽക്കുന്ന ദിവ്യഭാരതി, നമ്മൾ കേൾക്കുന്ന വാർത്ത 5ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെടുന്നു. അത് മദ്യലഹരിയിലാണ്. അളവിൽ കൂടുതൽ മദ്യം ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ പിന്നീട് ആ മരണത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾക്കൊന്നും ഇപ്പോഴും കൃത്യമായ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് ആ മരണം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ദിവ്യഭാരതി മരണപ്പെട്ടു? എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത്? അത്രയും കത്തി നിൽക്കുന്ന ഒരു നടിയാണ്. 1974 ദിവ്യഭാരതി ജനിക്കുന്നത്. 93 ഏപ്രിൽ 5-ാം തീയതി ആ ജീവിതം അവസാനിക്കുന്നു. ബോളിവുഡിലെ ഇപ്പോൾ നമ്മൾ ഷാറൂഖ് ഖാൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് ദീവാനയിലെ ഷാറൂഖ് ഖാൻ്റെ നായികയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ദിവ്യഭാരതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദിവ്യഭാരതി ആന്ധ്ര സ്വദേശിയാണ്, ആന്ധ്രാക്കാരിയാണ്. ആന്ധ്ര സ്വദേശിയാണെങ്കിലും ഇവർ ജനിച്ചത് മുംബൈയിലാണ്. മാതാപിതാക്കൾ ഓം പ്രകാശ് ഭാരതി, അതുപോലെ മീത, അവർ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരായിരുന്നു. ഈ ഓം പ്രകാശിൻ്റെ 2ാം വിഭാഗത്തിലുള്ള മകളാണ് ദിവ്യഭാരതി. ദിവ്യഭാരതി പക്ഷേ പഠിക്കാൻ മിടുക്കിയായിരുന്നില്ല. പഠനത്തിൽ വലിയ മികവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിവ്യഭാരതി അസാധാരണ സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അത് കണ്ടാൽ അത്രയും സൗന്ദര്യം, നമ്മൾ അതീവ സുന്ദരി എന്നൊക്കെ പറയുന്നത് പോലെ സൗന്ദര്യമുള്ള ഒരു കുട്ടി. അതുപോലെ തന്നെ അഭിനയിക്കാനും കഴിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ദിവ്യഭാരതി. അപ്പോൾ ദിവ്യഭാരതി ഈ പഠനം അവസാനിപ്പിച്ചിട്ട് അഭിനയത്തിലേക്ക് കിടക്കണം. അഭിനയ മോഹം, എങ്ങനെയും സിനിമയിൽ അഭിനയിക്കണം, ആ താല്പര്യവുമായിട്ട് പഠനം അവസാനിപ്പിച്ചു. എന്നിട്ട് മോഡലിംഗ് തുടങ്ങി. മോഡലിങ്ങിലാണ് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, സിനിമയിലേക്ക് വരണമെങ്കിൽ ആദ്യം മോഡലിങ്ങിലേക്ക് പോകും. അങ്ങനെ കുറേ പേര് മോഡലിങ്ങിലൊക്കെ വന്നിട്ട് പിന്നീട് സിനിമാ അഭിനയത്തിലേക്ക് കടക്കും. സിനിമയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് പക്ഷേ ശ്രമകരമായിരുന്നു. ഇതിനിടയ്ക്ക് മിഥുൻ ചക്രവർത്തി നായകനായ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ സിനിമ റിലീസായി തിയേറ്ററിലെത്തിയപ്പോൾ ഈ ദിവ്യഭാരതി അഭിനയിച്ച സീനൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് പകരം സംഗീത ബിജിലാനി എന്ന് പറയുന്ന നടിയാണ് ദിവ്യഭാരതിക്ക് പകരം അഭിനയിച്ചത്. അതുപോലെ തന്നെ ഗോവിന്ദയെ നായകനാക്കിയൊരു സിനിമ, സംവിധായകൻ കീർത്തികുമാറിൻ്റെ ഒരു സിനിമ, ആ സിനിമയുടെ കരാറിലും ദിവ്യഭാരതി ഒപ്പുവെക്കുന്നുണ്ട്. എന്നാൽ അവസാന നിമിഷം ദിവ്യഭാരതി ഒഴിവാക്കി. ജൂഹി ചൗളയാണ് അതിനകത്ത് നായികയായത്. അപ്പം നിരന്തരം ഇങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അവരെങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും സിനിമയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരവധി സിനിമകളിൽ നിന്ന് അവർ ഒഴിവായി. അതായത് ഈ കുട്ടിക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ. 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയിൽ, ഇപ്പോൾ അന്നത്തെ കാലത്ത് അറിയാമല്ലോ, ഇപ്പം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ട് അത് കൂടുതൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. അന്ന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, സ്ത്രീകളിൽ നിന്ന്. അപ്പോൾ ഈ 15 വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്കുള്ളത്. 15 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നായപ്പോഴത്തേക്ക് അണിയറ പ്രവർത്തകർ അവരെ ഒഴിവാക്കി തുടങ്ങി. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് അമ്മയോട് പറഞ്ഞു. മാനസികമായി തളർന്നു. കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് സിനിമയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പിന്നെ സിനിമയിൽ എത്തിപ്പെട്ടിട്ടും ഇങ്ങനെയാണ്, അഭിനയിച്ച രംഗങ്ങൾ പോലും ഒഴിവാക്കി സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു. എന്നാൽ പിന്നെ തുടർന്ന് പഠിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഹൈസ്കൂൾ തലം പോലും ഇവർ പിന്നിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് കറസ്പോണ്ടൻസ് ആയിട്ട് എഴുതാമെന്ന് വെച്ചാൽ ഈ 16 വയസ്സ് പൂർത്തിയാകണം. ഹൈസ്കൂളും പിന്നെ
പിന്നിട്ടിട്ടില്ല. അപ്പോൾ പഠനവും ഏകദേശം നിലയ്ക്കുന്ന സ്ഥിതിയായി. ഇപ്പോൾ പഠനവും ഇല്ല, സിനിമയും ഇല്ല. അതങ്ങനെ മാനസികമായി ആകെ തളർന്നിരിക്കുന്ന സമയത്താണ് നിലാപ്പെണ്ണെ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അവസരം ലഭിക്കുന്നു. ആ സിനിമയിലെ നായികയായി ദിവ്യഭാരതി അഭിനയിക്കുന്നു. പക്ഷേ ആ ചിത്രം സാമ്പത്തികമായി വിജയിച്ചില്ല. പക്ഷേ വെങ്കടേഷ് നായകനായ ചിത്രത്തിൽ ബബ്ലി രാജ എന്നാണ് ആ സിനിമയുടെ പേര്, തെലുങ്ക് സിനിമയാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വരുന്നു. അങ്ങനെ വെങ്കടേഷിൻ്റെ നായികയായി ദിവ്യഭാരതി മാറുന്നു. അതോടുകൂടി ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ വരുന്നു. തെലുങ്ക് സിനിമയിൽ ദിവ്യഭാരതി യുഗമാണ്. പിന്നെ അന്ന് വിജയശാന്തി എന്ന് പറയുന്ന നടിയുണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ വിജയശാന്തി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയൊക്കെ തോക്കുകൊണ്ട് അഭിനയിക്കുന്നത് പോലെ അന്ന് അവരുടെ സിനിമകളെല്ലാം ഹിറ്റാണ്. അവർ ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്ന വിജയഭാരതി ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്ന വിജയശാന്തി ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്ന നടിയാണ്. വിജയശാന്തി മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറയുന്നത്, അതിൽ ആക്ഷനൊന്നുമല്ല, സാധാരണ സ്ത്രീയായി അഭിനയിച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയായി അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 2 വർഷം കൊണ്ട് വിസ്മയകരമായ വളർച്ചയാണ് ദിവ്യഭാരതിക്കുണ്ടായത്. അതായത് 17 വയസ്സുള്ള ദിവ്യഭാരതി ഏകദേശം റേറ്റിങ്ങിൽ വിജയശാന്തിക്കൊപ്പം എത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ബാലകൃഷ്ണ, അതുപോലെ തന്നെ പ്രശാന്ത്, ചിരഞ്ജീവി, മോഹൻ ബാബു, ഇവരുടെയൊക്കെ നായികയായി ദിവ്യഭാരതി മാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോളിവുഡിൽ നിന്ന് ആദ്യത്തെ സിനിമ വിശ്വാത്മ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ആ സിനിമയെ പരാജയപ്പെട്ടു പോയെങ്കിലും അതിനകത്ത് നൃത്തരംഗങ്ങളൊക്കെ വലിയ ഫേമസായി, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെയും സണ്ണി ഡിയോൾ, ഋഷി കപൂർ, ഗോവിന്ദ, സഞ്ജയ് ദത്ത്, ഷാറൂഖ് ഖാൻ, ഇങ്ങനെ പറയുന്ന വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ എല്ലാം നായികയായി ഈ 17-18 വയസ്സുള്ള ദിവ്യഭാരതി അഭിനയിക്കുന്നു. ഒരു വർഷം 14 സിനിമകളിൽ വരെ അഭിനയിച്ചു. ആലോചിച്ച് നോക്കണം, 14 സിനിമകൾ വരെ ഒരു വർഷം അഭിനയിക്കുകയാണ്. അത്രയും വിലപിടിപ്പുള്ള നായികയായി മാറി. അതുമാത്രമല്ല, അന്ന് ബോളിവുഡിൽ അവസരത്തിന് വേണ്ടി ചെന്നപ്പോൾ തഴഞ്ഞ നിർമ്മാതാക്കളൊക്കെ പിന്നീട് ഡേറ്റിന് വേണ്ടി ഇവരുടെ വാതിലിൽ വന്ന് കാത്തുകെട്ടി കിടക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഈ സിനിമയിലൊക്കെ അങ്ങനെയുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ടു പോയി അവിടെ എപ്പോഴും വിജയിച്ച് നിൽക്കുന്ന ആളുകൾക്കാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ, പിന്നെ ദിലീപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, പണ്ട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഇറക്കി വിട്ടു. ആ ഇറക്കി വിട്ട ആൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ പെട്ടിയെടുത്ത് സാർ എന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്ന് പെട്ടിയെടുത്ത് വയ്ക്കുക. അതാണ് സിനിമ. വിജയിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടാവും. എന്തായാലും ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ച് വരുന്നതിനിടയിലാണ് ഒരു പ്രണയം മുട്ടിടുന്നത്. സ്വാഭാവികം. അത് സാജിദ് നദിയാവാല എന്ന് പറയുന്ന നിർമ്മാതാവും നടനുമായിട്ടുള്ള അദ്ദേഹവുമായിട്ടാണ് അടുപ്പം ഉണ്ടാകുന്നത്. ആ അടുപ്പം പ്രണയമാകുന്നു. അവർ ഷോല ഓർ ഷബ്നം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. ഇവർ തമ്മിൽ 9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അന്ന് അമ്മ എതിർക്കുകയൊക്കെ ചെയ്തു. അതിനകത്തുനിന്ന് ഈ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് അമ്മ നിർബന്ധിക്കുകയും ചെയ്തെങ്കിലും പക്ഷേ ദിവ്യഭാരതി അതിന് തയ്യാറായിരുന്നില്ല. അതീവ രഹസ്യമായിട്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. 1992 മെയ് 10 അതീവ രഹസ്യമായി വിവാഹം ചെയ്തു. പുറത്താരും അറിയുന്നില്ല. ഇങ്ങനെ വിവാഹം നടന്നിട്ടുണ്ടെന്ന് പോലും പുറത്തറിയില്ല. കാരണം ഇവർ പുറത്ത് അവിവാഹിതയായ ഒരു ആളാണ് എന്നുള്ള രീതിയിലാണ് പെരുമാറിയത്. ഭർത്താവില്ലാതെ അവിവാഹിതയായ ഒരു 19കാരി, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരു യുവതി എന്നുള്ള രീതിയിലാണ് അഭിനയിച്ചത്. ജീവിതത്തിൽ അങ്ങനെ അഭിനയിക്കേണ്ടി വരും. കാരണം ഇവരെ കരിയർ ഇല്ലാതായി പോകും. വിവാഹിതയാണ് എന്ന് 19 വയസ്സിൽ വിവാഹിതയായി, അങ്ങനെ ഒരുപാട് നടിമാരുടെ കരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 19 വയസ്സിൽ വിവാഹിതയായി എന്ന് പുറം ലോകം അറിഞ്ഞാൽ ആ കരിയർ ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് രഹസ്യമാക്കി വെച്ചത്. മറ്റൊന്ന്, ഈ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചായിരുന്നു വിവാഹം എന്ന് വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇവർ രണ്ട് മതത്തിൽപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചായിരുന്നു വിവാഹം എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് 1993 ഏപ്രിൽ 5 അന്നാണ് ദിവ്യഭാരതി മരിക്കുന്നത്. ദിവ്യഭാരതി ഹൈദരാബാദിലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ദിവ്യഭാരതി എത്തുന്നത്. അവിടെ തുളസി അപ്പാർട്ട്മെൻറ്റ്സ്, അവിടെയാണ് മുംബൈയിൽ.
അവിടെ വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ എന്ന് പറയുന്നത് ഈ വസ്ത്രങ്ങൾ, പുതിയ സിനിമയിലേക്കുള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനറായിട്ട് നീത ലുല്ല, അതുപോലെ തന്നെ നീത ലുല്ലയാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ 9 മണിയായപ്പോഴത്തേക്ക് അത് മൗറീഷ്യസിലാണ് ഈ സിനിമ ചിത്രീകരിക്കാൻ പോകുന്നത്, പുതിയ സിനിമ. അപ്പോൾ അതിൻ്റെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. 9 മണിയായപ്പോഴത്തേക്ക് നീത ലുല്ലയും അതുപോലെ തന്നെ ഭർത്താവ് ഡോക്ടർ ശ്യാം ലുല്ല, സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ശ്യാം ലുല്ല, ഇവർ രണ്ടുപേരും വന്നു. ഇവർ രണ്ടുപേരും ഈ സമയത്ത് പുറത്ത്, ദിവ്യഭാരതി ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. ദിവ്യഭാരതിയെ സഹോദരൻ കുനാലാണ് വീട്ടിലെത്തിക്കുന്നത്, കാറിൽ വീട്ടിലെത്തിക്കുന്നു. അവർ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്തായാലും 2 അതിഥികളാണ് വന്നത്. അപ്പോൾ അവരെ സൽക്കരിക്കണം. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അവർ അവിടെ മദ്യപിച്ചു. ദിവ്യഭാരതി കഴിച്ചത് റമ്മാണ്. അപ്പോൾ ആ മദ്യസൽക്കാരമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അവിടെ വീട്ടു ജോലിക്കാരിയുണ്ട്, അമൃത. ഇവർക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുമായിരുന്നു അടുക്കളയിൽ അമൃത. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല, ഈ സാജിദ് വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ദിവ്യഭാരതി അടുക്കളയിലേക്ക് പോയി. മറ്റവർ രണ്ടും TV കാണുന്നു. അമൃത വീട്ടുജോലിക്കാരിയാണ്. അമൃത സ്നാക്സ് ഉണ്ടാക്കുകയാണ്, ഇവർക്കുള്ള സ്നാക്സ്. അമൃതയെ തിരക്കി. അപ്പോൾ പറയുന്ന ഒരു കാര്യം, അമൃതയെ കാണുന്നില്ല, സ്നാക്സുമായിട്ട് വരാൻ വൈകി. അപ്പോൾ അമൃതയെ കാണുന്നതിനായിട്ട് ഒരു അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് പിന്നെ പ്രൊട്ടക്ഷൻ ഗ്രില്ലില്ലാത്ത അടുക്കളയുടെ വിൻഡോ ഉണ്ട്, അതിൽ ബാൽക്കണിയുടെ. മദ്യവും ഗ്ലാസ്സുമായിട്ടാണ് ദിവ്യഭാരതി അവിടേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് അവർ എല്ലാം ഒരു 3 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവർ ആ കിച്ചൺ വിൻഡോയിൽ നിന്ന് താഴേക്ക് വീണ് ഈ നിലവിളി, അമൃതയുടെ നിലവിളി കേട്ടിട്ടാണ് അവർ TV കാണുകയാണല്ലോ, അവർ താഴേക്ക് ഓടിച്ചെല്ലുന്നത്. അപ്പോൾ താഴേക്ക് ചെല്ലുമ്പോൾ പാർക്കിംഗ് സ്പേസിലാണ് വീഴുന്നത്. പാർക്കിംഗ് സ്പേസിൽ കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും കാറ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പുറത്ത് വീണ് അവർ രക്ഷപ്പെട്ടേനെ. ഇത് കോൺക്രീറ്റ് തറയെന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണല്ലോ, അതിലേക്കാണ് ഇന്ന്. തലയ്ക്ക് മാരകമായ ക്ഷതം, അതുപോലെ നട്ടലിന് ക്ഷതം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നിലവിളി കേട്ട്, അമൃതയുടെ നിലവിളി കേട്ടിട്ട് ഓടി വന്നു. ഫ്ലാറ്റിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ ഓടി വന്ന് ഇവരെ കൂപ്പർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഇവർക്ക് ജീവൻ ഉണ്ടായിരുന്നു, ദിവ്യഭാരതിക്ക് ജീവൻ ഉണ്ടായിരുന്നു, ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ കൊണ്ടുപോകുന്ന സമയത്തും ജീവനുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ പരിശോധിച്ച സമയത്ത് പറഞ്ഞു, ദിവ്യഭാരതിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ദിവ്യഭാരതി മരിച്ചു. അതിനുശേഷം അന്വേഷണം ആരംഭിച്ചു പോലീസ്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ അമിതമായ അളവിൽ മദ്യം അകത്ത് ചെന്നിട്ടുണ്ട് എന്നാണ്. പോലീസ് അന്വേഷണം തുടങ്ങുന്ന സമയത്ത്, അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അതൊന്നും ഇല്ലാത്ത, സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ആ കാലത്ത് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിവാദം ഉണ്ടാകും, സംശയങ്ങളുണ്ടാകും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടാകും. അതുമാത്രമല്ല, അന്ന് വാർത്തകൾ വന്നിരുന്ന ഒരു കാര്യം, ഈ ദിവ്യഭാരതിയുടെ ഭർത്താവിന് സാജിദിന് മുംബൈ അധോലോകവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ അന്ന് വന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നീട്, അതിന് ശേഷമാണ് ഈ മുംബൈ സ്ഫോടനം അതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മുംബൈ അധോലോകവുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദിവ്യ വീണ ജനലിൻ്റെ അടുത്തൊരു ഓട്ടോ സ്റ്റോപ്പർ ഉണ്ടായിരുന്നു. ഈ ഓട്ടോ സ്റ്റോപ്പർ മരണം നടന്ന ദിവസം അതവിടെ ഉണ്ടായിരുന്നില്ല, അതെടുത്ത് മാറ്റി. ഒന്നുകിൽ യാദൃച്ഛികമായിട്ട് അത് സംഭവിച്ചതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അത് മാറ്റിയതാകാം, അല്ലെങ്കിൽ അതിനകത്തൊരു നിഗമനം, ഇപ്പോൾ ഈ ദിവ്യഭാരതി ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ
അതൊരു കൊലപാതകമാണോ? ഈ 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അങ്ങനെയാണല്ലോ. ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന് പ്രാഥമിക നിഗമനം വെച്ച് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കൊന്നും കാര്യമായി പോകാനോ അതിലൊരു നിഗമനത്തിലെത്താനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇതിനെ ദുരൂഹമാക്കി നിർത്തുന്നത്. ഈ അമൃത, വീട്ടുജോലിക്കാരി അമൃത, കൃത്യം 30-ാം ദിവസം, കാരണം ഇതിൻ്റെ ഏക ദൃക്സാക്ഷി എന്ന് പറയുന്നത് അമൃതയുടെ അടുത്തേക്കാണല്ലോ ഇവർ പോകുന്നത്. ഏക ദൃക്സാക്ഷി എന്ന് പറയുന്നത് അമൃതയാണ്. ആ അമൃത 30-ാം ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടും. അപ്പോൾ സംശയം ബലപ്പെടുകയാണ്. പക്ഷേ അമൃതയുടെ മരണത്തിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹൃദയാഘാതം മൂലമാണ് വീട്ടുജോലിക്കാരിയായ അമൃത മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. മറ്റൊരു സാധ്യത പക്ഷേ അന്ന് പോലീസ് അന്വേഷിക്കാതെ പോയ ഒന്ന്, ഇനി അമൃതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമൃത ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിൽ ദിവ്യഭാരതിയെ തള്ളിയിട്ടതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും കാര്യമായി പോകാൻ അന്ന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഈ അമൃത ഈ സംഭവത്തിന് ശേഷം ഡിപ്രഷനിലായിരുന്നു, കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോകണമെങ്കിൽ അതിനെന്തോ ഒന്നുകിൽ ഈ സംഭവം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഘാതമുണ്ട്, അതല്ലെങ്കിൽ എന്തോ മറച്ചു വയ്ക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാനസികമായി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പോലീസ് അവസാനം ഒരു നിഗമനത്തിലെത്തിയത്, പോലീസിൻ്റെ കണ്ടെത്തൽ ഇതാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. 1998 ഈ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. ഇവർ മരിക്കുന്നത് 93-ലാണ്. 98 പോലീസ് ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു. അതിൻ്റെ ഫൈൻഡിങ്സിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഇവർ ഈ നായികയായിട്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്കെതിരെ, ഈ ദിവ്യഭാരതിക്കെതിരെ അന്ന് ബോളിവുഡിലുണ്ടായിരുന്ന പ്രമുഖ നായികമാർ അങ്ങനെയാണ് രംഗത്ത് വന്നു. അതായത് ഈ പാപ്പരാസികൾ ദിവ്യഭാരതി, 19 വയസ്സ് മാത്രമുള്ള ദിവ്യഭാരതിയെ തളയ്ക്കാൻ പാപ്പരാസികൾ രംഗത്തിറങ്ങി. അവർ വ്യാപകമായി പടച്ചുവിട്ട ഒരു കാര്യം, മദ്യത്തിനടിമയാണ് ദിവ്യഭാരതി, ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ പടച്ചുവിട്ടു. ഡയാന രാജകുമാരി കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പാപ്പരാസികളാണ്. ഡയാന രാജകുമാരി, ആ പാപ്പരാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇന്നിപ്പം ചില യൂട്യൂബ് ചാനലുകളും ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ആളുകൾ പോയാൽ, ഇപ്പോൾ മരണ വീട്ടിലായാലും ഒരു പ്രമുഖൻ മരിച്ചാൽ അവിടേക്ക് കൊണ്ട് ക്യാമറ വയ്ക്കുക. ഇപ്പോൾ മൊബൈലുള്ള പാപ്പരാസികളും മൊബൈലുള്ള എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഡയാന രാജകുമാരിയുടെ പിന്നാലെയും പോയാണ് അവരങ്ങനെ വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ഇവിടെ പാപ്പരാസികൾ രംഗത്തിറങ്ങുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യം, അക്കാലത്തെ പ്രമുഖ നായികമാരാണ് അതിൻ്റെ പിന്നിൽ ചരട് വലിച്ചത്. ഇവർ മദ്യത്തിനും ലഹരിക്കും അടിമയാണ് എന്നുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടാകുന്നു. പക്ഷേ അതിനെ അങ്ങനെയുള്ള ഒരാൾക്ക്, അതായത് ഈ മദ്യത്തിനും ലഹരിക്കും അടിമയായ സ്വബോധമില്ലാത്ത ഒരാൾക്ക്, എല്ലാ ദിവസവും മദ്യപിക്കണമല്ലോ, എല്ലാ ദിവസവും ലഹരി ഉപയോഗിക്കണം, അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വർഷത്തിൽ 14 സിനിമയിൽ എങ്ങനെ അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു മറുപടി, ഒരു മറു ചോദ്യം ഉണ്ടായി. ഒരു വർഷത്തിൽ 2 or 3 പോട്ടെ, 4 സിനിമ വരെ ആണെങ്കിലും ഓക്കെ, പോട്ടെ 5 ആണെങ്കിലും പോകാം. പ്രത്യേകിച്ച് ബോളിവുഡ് പോലെയുള്ള ഒരു സിനിമ സെറ്റപ്പിൽ 14 സിനിമകളിൽ വരെ അഭിനയിക്കണമെങ്കിൽ ഒരു ബോധവുമില്ലാത്ത ഒരാൾക്ക് എല്ലാ ദിവസവും വന്ന് അഭിനയിച്ചിട്ട് മിക്ക ദിവസവും ഇപ്പോൾ ഷൂട്ടുണ്ടാവും, അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവർക്കെതിരെ പറഞ്ഞുണ്ടാക്കി, അവരെ തകർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ദിവ്യഭാരതി ഗോവിന്ദ ജോഡി, അന്ന് ബോളിവുഡിലെ വലിയ ഹിറ്റായ ജോഡികളിലൊന്നാണ് ദിവ്യഭാരതി ഗോവിന്ദ. അവരഭിനയിച്ച സിനിമകളിലെയൊക്കെ പാട്ടുകളുമൊക്കെ വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ എന്തായാലും പോലീസ് അവസാനം 98 ഇവർ മരിക്കുന്ന സമയത്തും, അതും കൂടെ പറഞ്ഞിട്ട് പോലീസിൻ്റെ ഇതിലേക്ക് വരാം, മരിക്കുന്ന സമയത്തും, അതായത് തികഞ്ഞ മദ്യപാനിയാണ് എന്ന് പറയുന്ന ദിവ്യഭാരതി മരിക്കുന്ന സമയത്തും 11 സിനിമകളുടെ കരാറുണ്ടായിരുന്നു. അപ്പോഴും 11 സിനിമകളിൽ അഭിനയിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടാണ് അവർ നിൽക്കുന്നത്. പോലീസ് കണ്ടെത്തിയത്, ഈ സ്നാക്സുമായിട്ട് ജോലിക്കാരി വരാൻ വൈകി, അമൃത. അങ്ങനെ വരാൻ വൈകിയപ്പോൾ അവരെ തേടി അടുക്കളയിലെത്തിയ ദിവ്യഭാരതി ഈ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന അടുക്കളയിലെ ജനാലയ്ക്കൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല. കയ്യിൽ മദ്യവുമായിട്ടാണ് മദ്യ ഗ്ലാസുമായിട്ടാണ് പോയിരിക്കുന്നത്. നല്ല മദ്യലഹരിയിലായിരുന്ന ദിവ്യഭാരതി ബാലൻസ് തെറ്റി 5-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു എന്നാണ്
പോലീസിൻ്റെ കണ്ടെത്തൽ. അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത് അവരന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നതെന്നാണ് ഈ ദിവ്യഭാരതിയുടെ അമ്മയും പറയുന്നത്. 19 വയസ്സുള്ള ഒരു കുസൃതിക്കാരിയായിരുന്നു മകൾ എന്നാണ്. അപ്പോൾ അവളുടെ കുസൃതിയാവാം, അവളെ അങ്ങനെ അപായപ്പെടുത്താൻ ആർക്കും മനസ്സുണ്ടാകില്ല. അമൃതയും അവർക്ക് സംശയമില്ല. പക്ഷേ ഇന്നും ആളുകളുടെ മനസ്സിൽ ഈ മരണത്തെക്കുറിച്ച്, അങ്ങനെ ഒട്ടേറെ നടിമാരുടെ മരണത്തെക്കുറിച്ച് ദുരൂഹതകളുണ്ട്. അങ്ങനെ ദുരൂഹതയുള്ള ഒന്നായി ഇപ്പോഴും ഈ മരണം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ദിവ്യഭാരതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യഭാരതിയുടെ സിനിമകളും. ഈ പറഞ്ഞ പോലെ ആദ്യം അഞ്ജന പറഞ്ഞതുപോലെ പിന്നെ മലയാളി അല്ലെങ്കിൽ പോലും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു ദിവ്യഭാരതി. അപ്പോൾ അന്ന് നമ്മൾ വാർത്തയൊക്കെ അന്ന് ഈ പറഞ്ഞ മൊബൈലിലൊന്നും അല്ലല്ലോ വരുന്നത്, പത്രത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ വലിയ സങ്കടമാണ്, ആളുകൾക്കെല്ലാം വലിയ സങ്കടമാണ്. കാരണം അന്ന് ഈ ഷാറൂഖ് ഖാനൊക്കെ ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന നക്ഷത്രമായിട്ട് വരുന്ന സമയത്താണ്. അപ്പോഴാണ് ഒരു 19, അത് മാത്രമല്ല ചെറുപ്പമല്ല, ഒരു 19 വയസ്സ് മാത്രമുള്ള ഒരു യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ മോനിഷ മരിക്കുന്നത് പക്ഷേ അപകടത്തിലാണ്. അത് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു അന്ന് ഒരു പിള്ളേരുടെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ, ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അതിൻ്റെ സംഘാടകൻ വന്നിട്ട് പറയുന്ന ഒരു ദുഃഖവാർത്തയുണ്ട്. അത് ഡിസംബർ മാസമാണ്, ദുഃഖവാർത്തയുണ്ട്, നടി മോനിഷ നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറയുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യയുടെ പക്ഷേ അവിടെയൊക്കെ നമുക്ക് സൗന്ദര്യയുടെ പക്ഷേ ആ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒട്ടേറെ നടിമാർ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഈ പറയുന്ന ശ്രീവിദ്യയുടെ മരണത്തിൽ പോലും അത് വലിയ ഒരു ചർച്ചയായില്ലെങ്കിൽ പോലും അതിലും ചില സംശയങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ ചർച്ചയാകുന്നില്ല. പക്ഷേ ഇതിലിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ആ അമൃതയുടെ മരണം ഉൾപ്പെടെ അതിനകത്ത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 19-ാമത്തെ വയസ്സിൽ വളരെ പൊരുതി, ഒന്നാലോചിച്ച് നോക്കൂ, എത്രയോ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അവിടെ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ട് അവസാനം ഉദിച്ചുയർന്നു വരുന്ന ഒരു താരമായി 3 വർഷം. ജയൻ അങ്ങനെയാണല്ലോ. ജയൻ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് വർഷം മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ, വളരെ ചുരുങ്ങിയ വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വില്ലനായിട്ടാണ് അഭിനയിച്ച് തുടങ്ങുന്നത്. പിന്നീട് ചെറിയ സഹനടനൊക്കെ ആയിട്ട് വരുന്നു. ശരമഞ്ചരത്തിലൊക്കെ അഭിനയിച്ച് പിന്നീട് അദ്ദേഹം വളരെ പെട്ടെന്ന് നായകനായിട്ടും വളരെ കുറച്ച് കാലമേ അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹവും അകാലത്തിൽ വിട്ടുപോയി. അങ്ങനെ ചില മനുഷ്യർ, നമ്മൾ വിട്ടുപോകുന്ന ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ ജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ, അതിനകത്തിപ്പോൾ ബാലങ്കേ നായരൊന്നുമല്ല, അത് അവർ ആ സമയത്ത് അഭിനയിച്ച ആളുകളാണ്. അതല്ലാതെ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നു. അതായത് നമ്മൾ ഇന്ന് ആരാധിക്കുന്ന തമിഴിലെ, മൺമറഞ്ഞു പോയി, തമിഴിലെ വലിയൊരു നടൻ, രാഷ്ട്രീയ നേതാവൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പേര് പോലും ചേർത്ത് ജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ജയൻ്റെ മരണത്തിന് പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ ഒട്ടേറെ, അതിനൊരു, എൻ്റെ വീട്ടിലൊരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു, ഈ ജയനൊക്കെ മരിച്ച കുറേ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ജയൻ്റെ കുറേ സിനിമകൾ, ജയൻ അഭിനയിച്ച സിനിമകളുടെ ഡീറ്റെയിൽസ് എല്ലാം ആ പുസ്തകത്തിനകത്തുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മരണം പോലും ആളുകൾ പുസ്തകമാക്കി വിറ്റ് കാശാക്കുകയാണ്. അപ്പം പിന്നെ ഇങ്ങനെ പല സിനിമകളിൽ അഭിനയിച്ച ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളുടെ പേരായിട്ട് വെച്ചിട്ട് പിന്നെ ആ അഭിനയിച്ച സിനിമകൾ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ കുറേ നടന്മാരും നടികളെയും കുറിച്ചൊക്കെ പറയേണ്ടി വരും. ഇത് ഇപ്പോഴും ഏറ്റവും ദുരൂഹമായ 19 വയസ്സിൽ മരണപ്പെട്ടു പോയ, ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയ, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് താൻ എവിടെയാണോ എത്തേണ്ടതെന്ന് ആഗ്രഹിച്ചത് ആ പൊസിഷനിലെത്തിയ, എന്നാൽ എത്തിക്കഴിഞ്ഞിട്ടും അത് കൃത്യമായി അതിനെ കൊണ്ടുപോകാൻ കഴിയാതെ പോയി എന്നുള്ളൊരു, നമ്മൾ സക്സസ്ഫുള്ളായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ ആ വിജയത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഷ്ടപ്പാടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിജയിച്ച് നിൽക്കുന്ന ആൾക്ക് ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ, ആ സ്ട്രെസ്സ് ചിലർക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുണ്ട്. ശരി.